കൊടുക്കണം കേട്ടാ. ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് ഇന്നലെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എഴുന്നേറ്റത് 8 മണിക്കാണ്. നല്ലൊരു സ്വപ്നം കണ്ട് അങ്ങനെയൊക്കെ കിടന്നുറങ്ങി. എന്താ പറയുക, 8 മണിക്ക് പോലും ഞാൻ എഴുന്നേക്കില്ലായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് 8 മണിയാകുമ്പോൾ എന്നെ ഫോൺ ചെയ്തു. അപ്പോൾ ഞാൻ അമ്മയെ വിളിക്കണമെന്ന് വിചാരിച്ചിട്ട് എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഫ്രണ്ടാണ്. അവൾ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴൊന്നും എഴുന്നേക്കില്ല. ആ സ്വപ്നം അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതാണ് ഇപ്പം എൻ്റെ ഒരു വിഷമം. നല്ല സ്വപ്നമായിരുന്നു. അതിങ്ങനെ കണ്ട് നല്ല ഉറക്കമുറങ്ങി പറഞ്ഞാൽ നല്ല ഉറക്കമുറങ്ങി. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. കുക്കുവിനൊന്ന് സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ അവൻ എഴുന്നേറ്റിട്ടില്ല. എൻ്റെ പണി കഴിഞ്ഞേക്കാൻ മുന്നേ അവനെ എഴുന്നേപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവൻ്റെ പിന്നാലെ നടക്കേണ്ടി വരും. ഇന്ന് ചോറും കൂട്ടാനൊന്നും ആവില്ല കേട്ടാ. അപ്പം ഞാൻ ആദ്യം തന്നെ അരിയൊക്കെ കഴുകി അടുപ്പത്തിടാന്ന് വിചാരിക്കല്ലാതെ ഇടണം, എന്നാലേ ചോറാവുള്ളൂ. പാത്രങ്ങളൊക്കെ ഞങ്ങൾ മാക്സിമം രാത്രി തന്നെ കഴുകിയിട്ടാണ് ഇപ്പോൾ ഉറങ്ങാറ്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് അതൊരു പണിയായിട്ട് ഉണ്ടാവാറില്ല. കറിക്കുള്ളതും കൂടെ ഇന്നലെ രാത്രി അരിഞ്ഞ് വെച്ചിട്ട് കിടക്കാമെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ ഈ പറഞ്ഞ പോലെ എളുപ്പമല്ലേ, രാവിലെ ചെയ്താൽ മതിയില്ലേ എന്നൊക്കെ വിചാരിച്ച് മടി പിടിച്ചിട്ട് അത് അവിടെ തന്നെ വെച്ചു. പിന്നെ ക്യാരറ്റും ഉരുളൻകിഴങ്ങൊക്കെ നന്നാക്കി വെച്ചാൽ ചിലപ്പോൾ കറുത്ത് പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ തന്നെ വെച്ചു കേട്ടോ. ഇപ്പം ആലോചിക്കുക, ഇന്നലെ രാത്രി തന്നെ ചെയ്തെങ്കിൽ എനിക്ക് ഇത്രയ്ക്ക് പണി ഉണ്ടാവില്ലല്ലോ എന്ന്. വെള്ളയപ്പത്തിൻ്റെ ചട്ടി വാങ്ങിയതിന് ശേഷം ഞാൻ കൂടുതൽ വെള്ളയപ്പാണ് ഉണ്ടാക്കാറ്. ഇഡ്ഡലി ഒന്നും ഇപ്പം ഉണ്ടാക്കാറേ ഇല്ല, കാരണം ഇഡ്ഡലി തട്ട് കഴുകാൻ ഭയങ്കര പാടാണ്. അപ്പോൾ വെള്ളയപ്പത്തിലേക്ക് ഞാൻ എപ്പോഴും ഒരുമാതിരി ഒരു വെള്ളക്കുറുമയാണ് ഉണ്ടാക്കാറ്. അപ്പം ഇന്നാളൊരു കുട്ടിയാണോ ചേച്ചിയാണെന്ന് അറിയില്ല, കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതല്ല കുറുമ എന്ന് പറയുമ്പോൾ ഗ്രീൻ ബീൻസ് ഇടണം, അതുപോലെ തന്നെ മഞ്ഞ കളറാണ്, പിന്നെ നാളികേര പാലല്ല നാളികേര അരച്ച് ചേർക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ യൂട്യൂബിൽ തപ്പിയിട്ട് ഇന്ന് ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടാക്കിയിട്ട് നമ്മുടെ കല്യാണത്തിന് പണ്ടൊക്കെ ഞങ്ങളുടെ അവിടെ 4ാം കല്യാണത്തിന് ഇതുപോലത്തെ ഒരു കുറുമക്കറി കിട്ടും. 4ാം കല്യാണം എന്ന് പറയട്ടെ, ഞങ്ങളുടെ അവിടെ 4ാം കല്യാണത്തിന് കുറുമക്കറിയും വെള്ളയപ്പവും ചിക്കൻ വറുത്തതും പാൽച്ചായയാണ് ഉണ്ടാവുക. ഇപ്പോഴൊക്കെ പിന്നെ ട്രെൻഡൊക്കെ മാറിയല്ലോ. അങ്ങനെ കറിയായി. പിന്നെ ഞാൻ വെള്ളയപ്പം ഓരോന്നായിട്ട് ചൂടാനായിട്ട് നിന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് കൈയൊക്കെ പൊള്ളിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നാണെങ്കിൽ അനിയത്തിയുടെ കൂടെ ഒന്ന് പുറത്തോട്ട് പോകണം. അതുകൊണ്ട് എനിക്കിനിപ്പോൾ ചോറും കൂട്ടാനൊന്നും വെക്കാനുള്ള നേരമില്ല. ചോറ് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ കൂട്ടാൻ വെക്കാനുള്ള നേരമില്ല. എഴുതാനുണ്ട് തിരി. പിന്നെ യെല്ലോ കളർ ഡേ ആണ്, കണ്ട കുപ്പായം. ഇതിൽ ഏത് കുപ്പായ വേണ്ടെന്ന് തീരുമാനിക്കണം, അത് ഇടണം. ഓക്കെ, ആ നിങ്ങത്തെ കുപ്പായ. എന്നിട്ട് ഇവിടെ ഇന്നലെ യെല്ലോ കളറിന് ഉണ്ടാക്കിയ സാധനം കൊണ്ടുപോണ്ടേ? ഇന്നലെ പഠിച്ചത് ഓർമ്മയുണ്ടാ? പുലി. പിന്നെ എന്നിട്ട് പഠിച്ച് പീലി. അപ്പൊ അതൊന്ന് വേഗം നോക്കണം. ഈ കുപ്പായ ഇടണം. എഴുതാനുള്ളത് കുറച്ച് എഴുതാണ്ട് മടി പിടിച്ചിട്ട് ഇന്നലെ കുറച്ച് എഴുതാണ്ട് ലേഡീസ് ഫിംഗർ. ഓക്കെ, ഇനി ഉറങ്ങരുത്. ഞാൻ ഇപ്പൊ വരാൻ വെള്ളപ്പം ഉണ്ടാക്കിയിട്ട്. അവിടെ ഇരുന്നോളണം. മുന്നേ കുക്ക് ഓട്ടോറിക്ഷയിലാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ കണ്ണൻ ദുബായിൽ നിന്ന് വന്നതിന് ശേഷം അച്ഛൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട് ഒരേ വാശിയായിരുന്നു കേട്ടോ. പിന്നെ മാസത്തിൽ 1 ദിവസം 2 ദിവസമൊക്കെ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ പോവുള്ളൂ. എങ്കിലും നമ്മൾ ആ മാസത്തെ മൊത്തത്തിൽ ഫീസ് കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ ഓട്ടോറിക്ഷ നിർത്തി. പിന്നെ കണ്ണനാണ് കൊണ്ടാക്കിക്കൊണ്ടിരുന്നത്. കണ്ണനെ 9:30 പണിക്ക് പോവേണ്ടിയിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ 9 മണിക്ക് പോകണം. അതുകൊണ്ട് ഇപ്പോൾ കാലത്തും വൈകിട്ടും ഞാൻ തന്നെയാണ് കൊണ്ടാക്കലും കൊണ്ടുവരലും ഒക്കെ കേട്ടോ. കുക്കു അവിടെ സൈഡിലിരുന്ന് എഴുതുന്നുണ്ട്. ആ നേരം കൊണ്ട് ഞാൻ കുക്കുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല ലഞ്ച് ബോക്സ് കെട്ടി കൊടുത്തു. അതായത് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് തന്നെ ലഞ്ച് ബോക്സിലേക്ക് മതി എന്നാവും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുക്കുവിനെ പറഞ്ഞയച്ചു. കുക്കുവിനെ റെഡിയാക്കാനതും ഭാഗങ്ങളും ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല, കാരണം അത്രയ്ക്ക് നേരം വൈകിട്ടാണ് ഇന്ന് എഴുന്നേറ്റത് കേട്ടോ. പിന്നെ ഇന്ന് അവൻ്റെ സ്കൂളിൽ യെല്ലോ കളർ ഡേ ആണ്. അപ്പോൾ ഇന്നാണെങ്കിൽ അവന് ചെറിയൊരു ചുമയുണ്ട്. അപ്പോൾ യെല്ലോ കളർ ഡേ ആയ കാരണം മാത്രം വിട്ടതാണ്. ഇന്നലെ അവനെ വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ നാളെ കുറവില്ലെങ്കിൽ നാളെ വിടത്തില്ല കേട്ടോ. അപ്പോൾ യെല്ലോ കളർ ഡേക്ക് ഞാനാണെങ്കിൽ ചെറിയൊരു കോഴിക്കുട്ടീനെ ഉണ്ടാക്കിയിട്ടുണ്ട്. 1 അല്ല 2 എണ്ണത്തിന് ഉണ്ടാക്കി. യാൺ വാങ്ങിയിട്ടാണ് ഉണ്ടാക്കിയത്. അതായത് നമ്മുടെ ക്രോഷയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന നൂലുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അത് വാങ്ങിയപ്പോൾ അധികമായിപ്പോയി. അപ്പോൾ പിന്നെ വെറുതെ വെച്ചിട്ട് കാര്യമില്ല. ഇനി അടുത്തത് വേറെ കളർ ഡേ ആയിരിക്കും. അപ്പോൾ അതിനത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അത് വെച്ചിട്ട് 2 എണ്ണം ഉണ്ടാക്കിയിട്ട് പറഞ്ഞയച്ചു. ഇനിയിപ്പോൾ ഞാൻ അനിയത്തിയുടെ കൂടെ പുറത്തോട്ട് പോകാൻ നിൽക്കുകയാണ്. അവൾക്ക് ഹസ്ബൻഡ് അനിയനൊക്കെ എന്തോ ഷർട്ടും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. എന്താ പറയുക, ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ.
കൂട്ടാനൊന്നും വേറെ വെച്ചിട്ടില്ല, കാരണം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ എന്തേ പോവാനായിട്ട് നിൽക്കുകയാണ്. ഈ ഒരു പെട്ടിക്കകത്ത് എന്താ പറയുക ജ്യൂസൊക്കെ വാങ്ങി വെച്ചിട്ടാണ് പോണത്. മഴക്കാലം ആയതുകൊണ്ട് ഈ പെട്ടി പുറത്തേക്ക് എടുക്കാതിരിക്കുകയായിരുന്നു. ഇത് ഏകദേശം 1 കൊല്ലം മുന്നേ മേടിച്ചതാണ്. ഞങ്ങൾക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ദാഹിക്കും. എനിക്കാണെങ്കിൽ തണുത്ത വെള്ളം കുടിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. ചുമയും പനിയൊന്നും ഇല്ലെങ്കിൽ ഞാൻ തണുത്ത വെള്ളമേ കുടിക്കുള്ളൂ. അപ്പോൾ ആ പെട്ടിക്കകത്ത് കൊണ്ടുപോവാണെങ്കിൽ അതിൻ്റെ തണുവ് അങ്ങനെ തന്നെ നിന്നോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് തണുവ് കൊടുക്കാൻ തന്നെ കുടിക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല. പെട്ടിയുടെ ലിങ്ക് ഉണ്ടെങ്കിൽ എന്തായാലും കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കടയിലെത്തിയിട്ട് ഇപ്പം അനിയത്തിയുടെ ഹസ്ബൻഡിനും ഹസ്ബൻഡ് അനിയനും ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പുറത്തോട്ട് വന്നേക്കുന്നത്. അവരുടെ പിറന്നാളാണ്, രണ്ടാളുടെ ഏകദേശം അടുത്താണ്. അപ്പോൾ രണ്ടാൾക്ക് ഒരുമിച്ച് എടുത്തു കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവളാണെങ്കിൽ ഡബിൾ ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജോലിക്കൊക്കെ പോയി തുടങ്ങിയതിന് ശേഷം സ്വന്തമായിട്ട് ഏണിങ്സ് ഒക്കെ ആയി. അപ്പോൾ സ്വന്തം പൈസയ്ക്ക് മേടിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, നമുക്കൊരു പ്രൗഡാണല്ലോ. കാരണം വേറൊരാളുടെ പൈസ മേടിച്ചിട്ട് അവർക്ക് തന്നെ മേടിച്ചു കൊടുക്കണേക്കാം നമ്മുടെ കയ്യിൽ എപ്പോഴും സ്വന്തമായിട്ട് പൈസ ഉണ്ടാവുന്നതാണ് എപ്പോഴും നല്ലത്. കുറേ പേര് അനിയത്തിയുടെ ബിസിനസ്സൊക്കെ നിർത്തിയോന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഇങ്ങനെ ബോറടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഞാനാണ് അവളുടെ അടുത്ത് പറഞ്ഞത്, നീ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യും, എന്താ പറയുക, വെറുതെ ഇരിക്കേണ്ട, സ്വന്തമായിട്ട് എപ്പോഴും ഏണിങ്സ് ഉള്ളത് നല്ലതല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ അവൾക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റില്ലേ. വീട്ടിലത്തെ പണി, ഉണ്ണിനെ നോക്കണം, അതുപോലെ തന്നെ ഓൺലൈൻ ബിസിനസ് ആയ കാരണം വാട്സപ്പിൽ എപ്പോഴും ഞാൻ ഒരു വീഡിയോ ഇട്ടാൽ തന്നെ കുറേ മെസ്സേജ് വരും. അപ്പോൾ എല്ലാ മെസ്സേജും കൂടെ അവർക്കൊന്ന് റിപ്ലൈ കൊടുക്കാനും ഒന്നിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ അവസാനം അവൾ അത് നിർത്തിയിട്ടാണ്. എന്നെ അവളെയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്കാണ് കുറച്ചും കൂടെ ഈ തൊരടിപ്പണികൾ, അതായത് മെനക്കെട്ടിരുന്ന് ചെയ്യണ പണികളൊക്കെ ഇഷ്ടം. അവൾക്ക് അങ്ങനെ ഒന്നും ഇഷ്ടമില്ല. അവൾ അമ്മയുടെ ഒരു ടൈപ്പ് ക്യാരക്ടറാണ്. അമ്മയ്ക്ക് അങ്ങനത്തെ പരിപാടി ഒന്നും ഇഷ്ടമില്ല. ഞാൻ അച്ഛൻ്റെ ടൈപ്പ് ക്യാരക്ടറാണ് കേട്ടോ. അനിയത്തിയോട് പലരും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി കൂടെയെന്ന് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. പക്ഷേങ്കിൽ അവളുടെ അടുത്ത് ഞാൻ ഈ കാര്യം പറയുമ്പോൾ അവൾക്ക് ഒട്ടും താല്പര്യമില്ല. അതായത് യൂട്യൂബ് അല്ലെങ്കിൽ ഏതൊരു സോഷ്യൽ മീഡിയ ആയാലും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടണം. പക്ഷെ അവൾക്ക് അതിന് ഒട്ടും താല്പര്യമില്ല, ഒട്ടും ഇഷ്ടമില്ല, ഒട്ടും മെനക്കെടാനും പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവൾ ജോലിക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇതാകുമ്പോൾ രാവിലെ കടയിൽ ചെന്നിരുന്ന് കഴിഞ്ഞാൽ മാസാവസാനം ആകുമ്പോൾ ശമ്പളം കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവൾ എന്താ പറയുക, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലാണ് ഇപ്പം നിൽക്കുന്നത്. അതിന് മുന്നേ പുള്ളിക്കാരി ആയുർവേദത്തിൻ്റെ കോഴ്സൊക്കെയാണ് പഠിച്ചത്. അതിനും ജോലിക്ക് പോയായിരുന്നു. അവിടെയും ഈ പറഞ്ഞ പോലെ തിരുമ്മലും ഉഴിയിലൊക്കെ ആയ കാരണം അവൾക്ക് അവിടെയൊന്നും പോകാൻ താല്പര്യമില്ല കേട്ടോ. അവൾക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കണം, പൈസ കിട്ടണം, അങ്ങനത്തെ ഒരു ടൈപ്പ് ക്യാരക്ടറാണ്. അങ്ങനെയാണ് നോർമലി. അവൾ കുറ്റം പറയല്ല, അവൾ അങ്ങനെയാണ്. ചിലർക്ക് അങ്ങനെയാവുമല്ലോ, എന്താ പറയുക, ഇങ്ങനെ വേറെ ഒന്നിനോടും താല്പര്യം ഉണ്ടാവില്ല, സോഷ്യൽ മീഡിയയിൽ വരാനൊന്നും താല്പര്യം ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അവൾ കേട്ടോ. അങ്ങനെ കുക്കു സ്കൂൾ വിട്ട് വന്നു. അവന് ഞാൻ മന്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് കൊടുത്തത്. കണ്ണനും ഉച്ചയ്ക്ക് ഞാൻ മന്തി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പാഴ്സൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണനും കുക്കുനും മന്തി കൊടുത്തു. ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്കുള്ള പണിയാണ്. അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചി ചക്ക നന്നാക്കിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ആ ചേച്ചിയാണെങ്കിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചക്ക നന്നാക്കിയിട്ട് തരാറുണ്ട് കേട്ടോ. എൻ്റെ സ്വഭാവം അറിയാൻ തോന്നുന്നു. എനിക്കിങ്ങനെ ഈ കുക്കിങ്ങിൽ ഈ പറഞ്ഞ പോലെ അരിയ ഇഷ്ടമില്ല എന്നൊക്കെ എൻ്റെ വീഡിയോയിൽ കാണാറുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു ചക്കയ്ക്ക് നന്നാക്കിയിട്ടാണ് തരാറ്. അപ്പോൾ ഞാനത് കുക്കറിനകത്താക്കിയിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ച്. തൊട്ടപ്പുറത്തെ അടുപ്പിൻ്റെ മുകളിൽ കുക്കുവിന് ചുമയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ജീരകം തിളപ്പിച്ചിട്ട് ജീരക വെള്ളം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതും അപ്പുറത്തെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആപ്പിൾ എഴുതി, ഡേറ്റ്സ് എഴുതി, പപ്പായ എഴുതി. ഇനി അടുത്തത് ഏതാ? ഗുഡ് എടുക്കാൻ ഞാനാ ഗുഡ് ഇടുക. ഇനി ഒരു വാക്കും കൂടെ പഠിച്ച് PR. പി. അപ്പൊ ഓർത്ത് എഴുതണം. ആറുള്ളത് ലാസ്റ്റ് പി. മോളിൽ എഴുതിക്കോ സ്ഥലമില്ലെങ്കിൽ. ആ പി. ആ PR. PE. ആ PE. PR ഒന്നുകൂടെ എഴുതി പഠിക്കേണ്ടി വരും കേട്ടാ. എന്താ PEAR. PEAR. PR. ഞാൻ ഗുഡടാം. സ്റ്റാർ കിട്ടില്ല, കാരണം ഒരെണ്ണം ഞാനാ പറഞ്ഞത്.
അങ്ങനെ നമ്മുടെ ചക്കക്കൂട്ടാനായി. എനിക്കിങ്ങനെ ഇത്തിരി പുഴുക്ക് പോലെയാണ് കേട്ടോ ഇഷ്ടം. കറക്റ്റ് ഇങ്ങനെ ഒരുമാതിരി ഉപ്പേരി ഇഷ്ടമില്ല. പിന്നെ തൊട്ടപ്പുറത്ത് മാന്തൽ വറുക്കുന്നുണ്ട്, ഉണക്കമാന്തൽ. എനിക്ക് BP ഭയങ്കര കുറവായ കാരണം എന്നോട് കൂടുതലും ഉണക്കമീൻ, പപ്പടം, അച്ചാറൊക്കെ കഴിക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇതൊന്നും ഇഷ്ടമില്ല. പക്ഷെ നമ്മുടെ കണ്ണൻ ബ്രോ നിർബന്ധിച്ച് കഴിപ്പിക്കും. എനിക്ക് ഉണക്കമാന്തലൊന്നും നന്നാക്കാനേ ഇഷ്ടമില്ല. പക്ഷെ കണ്ണൻ ബ്രോ ഈ സാധനം നന്നാക്കി മസാലയൊക്കെ പുരട്ടി എനിക്ക് വറുത്ത് തരും. വറുത്ത് തന്നാൽ ഞാൻ ഈ കരിമുരു നണങ്ങി തിന്നുട്ടോ. എൻ്റെ വീട്ടിൽ കരിമുരി ആക്കില്ല. പക്ഷേ ഈ പുള്ളിക്കാരൻ നല്ല പോലെ ഉണക്കമീൻ വറക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പുള്ളി തന്നെയാണ് ഉണക്കമീൻ വറക്കണത് കേട്ടോ. കുക്കൂനും ഇഷ്ടമാണ് ഉണക്കമീൻ. അങ്ങനെ പാതിരാത്രി ഒരു 11 മണിയൊക്കെ ഉണ്ട് കേട്ടോ. കാരണം അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളാണെങ്കിൽ തുണികൾ തിരുമ്പി വെച്ചിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ 2-3 ദിവസം കൂടുമ്പോഴാണ് തുണി തിരുമ്പുക. കുക്കൂൻ്റെ യൂണിഫോം മാത്രമാണ് ഡെയിലി തിരുമ്പണതുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഈ പറഞ്ഞ പോലെ വാഷിംഗ് മെഷീൻ നിറയുമ്പോഴേ തിരുമ്പുള്ളൂ. പിന്നെ എനിക്കാണെങ്കിൽ കുമ്പിട്ട് നിവരും മോളിക്ക് അധികം നോക്കാനും പറ്റില്ല, ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ഉള്ള കാരണം. അപ്പോൾ കണ്ണുള്ളപ്പോഴാണ് ഈ സാധനം ഒന്നല്ലെങ്കിൽ ഞാൻ തിരുമ്പി വെക്കും, എന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ പോയി തോരിടും. അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.